അയ്യോ സംഭവം കുഴപ്പമില്ല, ഇപ്പൊ കുറച്ച് തെളിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റൂല. നമ്മൾ കറക്റ്റ് പടവലത്ത് ചെല്ലുമ്പോഴായിരിക്കും മഴ പെയ്തല്ലേ അവിടെ ആളത്ത് പിളുത്ത് ചളവളായി പോകും. ഒരു കാര്യം ചെയ്യാം, പടവലത്ത് പോകുന്നില്ല നമുക്ക് വെച്ചാ പോരെ? അങ്ങനെയല്ലേ? പിന്നെ പൊള്ളുമ്പോ പിന്നെ പോവാ, മഴയൊക്കെ അങ്ങ് മാറട്ടാ. അതായിരിക്കും നല്ലത്. വെറുതെ ചെന്ന് അവിടെ ചെള്ളയെ തന്നെ അടിച്ച് വേണ്ടല്ലോ. ഇറങ്ങാനും പറ്റുള്ളല്ല. ഇറങ്ങി എനിക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ചന്ദന കുറി നീ അണിഞ്ഞതിൽ അമ്മായി ഇത് എപ്പോ വന്നത്? അല്ല വന്നിട്ടുണ്ട് കയറി കിടക്കണേ. വയ്യടാ, തീരെ വയ്യ. യാത്രയൊക്കെ ചെയ്തപ്പോഴേ വല്ലാത്തൊരു ക്ഷീണം. വയ്യേ അമ്മയ്ക്ക്? എങ്കിൽ പിന്നെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നാ പോരായിരുന്നോ? എന്തിനാ ചാടി പിടിച്ച് വരാൻ നിന്ന്? അത് അമ്മായിയമ്മ കാണാത്തോണ്ടേ എന്തോ പോലെ അമ്മായിക്ക്. അമ്മായിയമ്മയെ കാണാത്തോണ്ട് എന്തോ പോലെ അമ്മായി. അമ്മായിക്കോ? അതെ, അമ്മയെ കാണാതിരുന്നപ്പോഴേ നെഞ്ചിന്റെ അകത്തൊരു നീറ്റില് തീ കത്തണ പോലെ തോന്നി. അമ്മായിയമ്മ കണ്ടത് നന്നായി, അല്ലെങ്കിൽ നീറ് തീർന്നേനെ. അമ്മായിയെ എങ്ങനെയുണ്ട് ഇപ്പൊ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, ഹാപ്പിയാണ്. അമ്മായി ഒട്ടും വയ്യെങ്കിലേ ഒരു കാര്യം ചെയ്യാം, ബാ ആശുപത്രി പോ. ആശുപത്രിയിലൊക്കെ ഞാൻ നാട്ടിൽ വെച്ച് പോയായിരുന്നേ. മെഡിസിൻ ഒക്കെ കഴിച്ചപ്പം അത്യാവശ്യം കുറഞ്ഞായിരുന്നു. ഇതിപ്പം ട്രാവൽ ചെയ്ത് വന്നില്ലേ, അതിന്റെ ഒരു വയ്യായികയാണ്. അമ്മായിയുടെ മുഖം കണ്ടിട്ടേ എവിടേക്കോ അലഞ്ഞിരുന്നിട്ട് വന്നതുപോലെ തോന്നുന്നുണ്ട്. എന്താ അങ്ങനെ ഒരു ടോക്ക് പാറു? ബട്ട് വൈ? അമ്മായി ഒരാഴ്ച മൊത്തം ചിറങ്കീഴ് തന്നെയായിരുന്നോ? അല്ലാതെ പിന്നെ ഞാൻ ഇവിടെ പോവാ? അല്ല ശിവ, അല്ല മായി, മറ്റേ കോഴിക്കോട് എന്തോ പോയില്ലായിരുന്നോ? അല്ല, കോഴിക്കോട് പോകുന്നുള്ളൊരു പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കുഞ്ഞമ്മയുടെ മോളുടെ അഡ്മിഷനോ അങ്ങനെ എന്തിനാ പോയില്ല? ഇല്ല പോയില്ല, പോവാൻ പറ്റില്ലല്ലോ. വയ്യാതെ കിടക്കുവായിരുന്നില്ലേ? അതെ അതെ, പനിയല്ലേ. അപ്പൊ മക്കളെ, അമ്മായി എവിടെയും പോയിട്ടില്ല കേട്ടാ. കുഞ്ഞമ്മയുടെ മോളുടെ അഡ്മിഷൻ ഒന്നും പോയേ ഇല്ല. ചെറിയങ്കേടും നേരെ ഇങ്ങോട്ടാണ് വന്നത്. അമ്മായി എന്താണേലും ഹെൽത്ത് ഓക്കെ ആവുന്ന വരെ ഇനി അടുത്ത യാത്രയ്ക്ക് ഒന്നും തയ്യാറാവണ്ട. അതെ അതെ, എന്തായാലും ഇനി പെട്ടെന്നൊന്നും യാത്രയില്ല, മടുത്തന്ന്. കൊള്ളാമല്ലോ. അങ്ങോട്ട് കിടന്നാട്ടെ. അല്ല, കുറച്ചേരം ഇരുന്നിട്ട് കിടന്നാ പോരെ? എന്റെ ഗൗരി പറയുന്ന ഒന്ന് കേക്ക് കുഞ്ഞെ. ആ പുതപ്പെടുത്തൊന്നും പുതച്ചേ, കിടന്നേ അങ്ങോട്ട്. എന്റെ പൊന്നു മോനെ, വന്ന് കേറിയപ്പോ ഒന്ന് കാണണമായിരുന്നു. തണുത്ത് വിറച്ചാ വന്ന് കേറിയത്. ശിവ പോയി ഒരു പുതപ്പെടുത്തോണ്ട് വന്നേ. മറ്റേ കട്ടിയുള്ള പുതപ്പ് എടുത്തോണ്ട് വരാം. ആ, കട്ടിയുള്ള പുതപ്പ് മതി. എന്തിന് മക്കളെ, പനിയാ, പുതച്ച് മൂടി കിടക്കണം. വേണ്ടേ, നല്ല ചോറും മീൻകറിയും തോരനും ഒക്കെ ഇരിപ്പുണ്ട്. കുഞ്ഞിന് കഴിക്കാൻ പറ്റുമോ? പനിയല്ലയോ? എനിക്ക് കുഴപ്പമില്ല, കഴിക്കാം. വേണ്ട വേണ്ട, പനി മാറിയിട്ട് കഴിച്ചാൽ മതി. മക്കൾക്ക് ഉപ്പിട്ട് കഞ്ഞി കൊണ്ട് തരാം അമ്മ. അല്ല അമ്മായി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇന്നലെ ലച്ചൂസായിട്ട് ഫോൺ സംസാരിച്ചപ്പോഴേ അസുഖത്തിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ? വിളിച്ചായിരുന്നല്ലേ ഞാൻ. എനിക്ക് തോന്നുന്നു ഈ പനി ആയോണ്ടേ പിച്ചുമ്പയൊക്കെ പറഞ്ഞു അങ്ങനെ വിളിച്ചായിരിക്കേ. എന്നാലും വിളിച്ചാൽ അവളത് ഞാൻ പറയൂല, നമുക്ക് ബാഡാവും. അത് കറക്റ്റാ. അമ്മായിക്ക് എന്തേലും പറ്റിയെന്ന് ലച്ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ലച്ചേച്ചി ഭയങ്കര ബാഡാവും. പിന്നെ പച്ചവെള്ളം പോലും കുടിക്കത്തില്ല. പാവം ലച്ചു. മായി കഴിക്കാൻ വല്ലതും വേണോ? കഴിക്കാം. ആപ്പിൾ വെച്ചോണ്ട് വരുമോ? ആപ്പിൾ സിമ്പിൾ അല്ലയാ. നീ എന്തിനാണ് എന്നെ വിളിക്കണേ? അമ്മായി പറഞ്ഞു കേട്ടില്ലേ ആപ്പിൾ വേണമെന്ന്? ഓടിപ്പോയി ആപ്പിൾ പിടിച്ചിട്ട് വന്നേ. പോകോ ഈശ്വരൻ പ്രതീക്ഷയിലല്ലേ. ശരി, ഇനി ഞാൻ അടുക്കള വെച്ചേക്കാം. ആപ്പിൾ മേടിച്ചോണ്ട് വരാം. ആപ്പിൾ കൊണ്ടുവരാം അമ്മായി. ഞാൻ അടുക്കള വെച്ചിട്ട് തരാവേ. വേണ്ട, ഇതങ്ങോട്ട് പുതച്ച് മൂടി കിടന്നേ. എന്റെ അമ്മ ചൂടെടുക്കുമോ? ചൂടൊന്നുമില്ല, ഒന്നുമില്ല. അങ്ങോട്ട് പുതച്ചാട്ടെ, അങ്ങോട്ട് പുതച്ചേ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അമ്മമ്മ, ഇന്ന് മീൻകറിയാണല്ലേ? ഏത് മീൻ? ചൂര. മുളകിട്ടാണോ വെച്ചേക്കുന്നേ? എനിക്ക് വയ്യ. രുചിയെ പറ്റി ഓർത്തിട്ട് എനിക്കങ്ങോട്ട്. എന്താ മായി? അല്ല, അയ്യോ വയ്യാത്തല്ലേ. കിടക്ക് 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 കിടക്ക്. മൂടി പുതച്ച് കിടക്കങ്ങോട്ട്, റെസ്റ്റ് എടുക്ക്. ഞാനേ മീൻകറി കൂട്ടി ഊണ് വെച്ചിട്ട് വരാം കേട്ടാ.
ടേക്ക് റെസ്റ്റ്. വാ. ഏത് നേരത്താണോ ഓന്തോ ദൈവമേ. എന്തോന്നാ അമ്മൂമ്മ? ആവി പിടിക്കാനേ ആ കൊച്ചിന്റെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുമല്ലേ അതിനാ. ഏത് കൊച്ച്? ആ നമ്മുടെ അമ്മായിക്ക് ആവ് പിടിക്കാനാ. அம்மா ஆவி பிடிச்சாச்சா? ആരെ ഞാനോ? പോയി ആ കൊച്ചിനെ എടുത്തോണ്ട് വാ കൊച്ചേ. அம்மா எப்படி அம்மா எடுத்துட்டு வர முடியும்? ரொம்ப பாரமா இருக்கும்ல. கைய பிடிச்சு கூட்டிட்டு வரட்டா? അയ്യോ പോയി പിടിച്ചോണ്ട് വാ. അമ്മൂമ്മ അളിയനെന്തായാലും ആപ്പിള് പിടിക്കാൻ പുറത്തു വെക്കുമല്ലേ, അവന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞാ പോരെ ഈ ആവ് പിടിക്കുന്ന മെഷീൻ മേടിച്ചോണ്ട് വരാൻ. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്തിന് ആവി പിടിക്കുന്ന മെഷീനൊക്കെ കാശ് കൊടുത്ത് മേടിക്കുന്നു? പണ്ട് പടവലത്ത് വെച്ചേ അപ്പൂപ്പൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി വരും. ആ പനി വരുന്ന സമയത്ത് എന്നോട് പറയും, ഭവാനി എനിക്കൊന്ന് ആവി പിടിക്കണമെന്ന്. അപ്പം ഞാനൊരു കൂട്ടൊക്കെ അങ്ങോട്ട് തയ്യാറാക്കി കുട്ടോടത്തിനകത്തിട്ട് തിളപ്പിച്ചിട്ട് അങ്ങോട്ടൊരു ആവി കൊടുക്കും. ആ ആവി അങ്ങോട്ട് കൊണ്ട് കഴിയുമ്പോഴത്തേന് പനിയും ജലദോഷവും ഒക്കെ പമ്പ കിടക്കും. വാ മക്കളെ ആവി പിടിക്കാം. എനിക്കാ? പിന്നെ എനിക്കോ? ഇങ്ങോട്ട് വന്നേ. അമ്മ ഇപ്പൊ എനിക്ക് കുറച്ച് കുറവുണ്ടേ, ഇച്ചിരി. എവിടെ ഇരിക്കാൻ? താഴെ താഴെ താഴെ. അമ്മ ഇച്ചിരി കുറവുണ്ടമ്മ. അതൊന്നും കുഴപ്പമില്ല, ആവി പിടിച്ചേ പറ്റത്തുള്ളൂ. ഒരു അരമണിക്കൂറെങ്കിലും ആവി പിടിക്കും. ചുമ്മാരി മാറും. അമ്മാവിക്ക് വയ്യാതെ വന്നപ്പോ ഇരുന്ന് ചിരിക്കുന്നോ? ആ അമ്മാവി ആവിയുള്ളൂ. അമ്മ ആവശ്യമുണ്ടോ എന്റെ? പിന്നെ ആവശ്യമില്ല മക്കളെ, ആവി ഉണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ? നല്ലപോലെ ആവി വരുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. ആപ്പിൾ 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 ആപ്പിള്. ആ എന്തെല്ലാരും കൂടെ ആപ്പിൾ. പനിയുള്ള അമ്മായി ആവി പിടിക്കുക. ആവി പിടിക്കണ ആ ആപ്പിള് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് നല്ല കൂടിയ ആപ്പിള് 1/2 കിലോ. കൂടിപ്പോയല്ലോ ചേട്ടാ, 1/4 കിലോ മേടിച്ചാ പോരായിരുന്നു. മതിയായിരുന്നു. എന്തൊരു നീറ്റലമ്മ, ഭയങ്കര ചൂട്. ആ അതെ, നല്ല കൂട്ട അതിനകത്ത് ഇട്ടേക്കുന്നേ. അതൊന്നുകൂടെ ആവി പിടിച്ചാട്ടെ. മതിയമ്മ. ഒന്നുകൂടെ പിടിച്ചേ പിടിച്ചേ. கௌரி நல்லா ஆவி பிடி கௌரி, அப்பதான் உன்னோட ஜொரம் எல்லாம் மாறும். இந்த பாரு, நீ அம்மாவை பார்க்க வந்ததுனால தானே உன்னோட ஜொரம் எல்லாம் ஏறி இருக்கு. அதனால அம்மா ரொம்ப வருத்தமா இருக்கு. ஆவி பிடி கௌரி. അങ്ങോട്ട് പിടി ഗൗരി. അമ്മൂമ്മ ഇത്രയും വയ്യാത്ത സ്ഥിതിക്ക് എന്താണെങ്കിലും കഞ്ഞി മാത്രം കൊടുത്താൽ മതി. അത് തന്നെ. എന്നാലും ആ ചൂരക്കറിയുടെ ടേസ്റ്റ്. അമ്മ ശരിക്കും ഇതിലെന്തൊക്കെയാണ് ചേർത്തേക്കണത്? ചേർത്തേക്കുന്നതോ? അതൊന്നും പറഞ്ഞുതരാൻ പറ്റത്തില്ല, അതൊക്കെ രഹസ്യ കൂട്ടുകളാ. ഭയങ്കര ചൂട്, എനിക്കൊന്ന് മുഖം കഴുകണം. പതുക്കെ പതുക്കെ. വീഴ്ത്താതെ കൊണ്ടുപോണേ പനിയുള്ള അമ്മായിയെ. ആപ്പിള് ആപ്പിള് 160 രൂപയുടെ ആപ്പിൾ 1/2 കിലോ. കൊണ്ട് കൊടുക്ക്, പാവ അമ്മായി ചൂരക്കറി കഴിക്കാൻ പറ്റാത്ത വിഷമത്തിലിരിക്കുക. അവിടെ നിന്ന് കഴിച്ചോളൂ. கௌரியோட உடம்பு சரியாகாம அம்மாக்கு சமாதானமே இருக்காது. എങ്ങോട്ട് വന്നു? അല്ല, കുറച്ചേരം അവരായിട്ട് സംസാരിച്ചിരിക്കാൻ. വേണ്ട വേണ്ട, സംസാരിച്ചൊന്നും ഇരിക്കണ്ട. ഇങ്ങോട്ട് വന്നാട്ടെ, ഒന്ന് കിടക്ക്. അമ്മായി ടേക്ക് റെസ്റ്റ്, ഗെറ്റ് വെൽ സൂൺ. ഇതൊക്കെ കണ്ടിട്ടേ എനിക്ക് എന്തോ ഒരു വശപിശക് തോന്നുന്നുണ്ട്. എന്തോന്ന് തോന്നുന്നുണ്ട്? വശപിശക് തോന്നുന്നുണ്ടെന്ന്. നിനക്ക് എന്തൊരു വശപശക തോന്നണത്? അല്ല, ഇത് കുറച്ച് ഓവറല്ലേ? ആരമ്മായിയാ? അല്ല, മൊത്തത്തിൽ ഇത്തിരി ഓവറല്ലേ? ഞാനേ കൊണ്ട് ആപ്പിൾ കൊടുത്തിട്ട് വരാം. അമ്മായി ആപ്പിൾ. നോക്കിട്ട്